വന്നിട്ടുണ്ട്. പക്ഷെ പണ്ടാണ് കേട്ടോ, എപ്പോഴാന്ന് കൂടി എനിക്ക് ഓർമ്മയില്ല. പണ്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് സ്ഥലമൊന്നും ഓർമ്മയില്ല. അപ്പം എന്തായാലും പോവാന്ന് വിചാരിച്ചേട്ടാ. വഴിക്കാകവിടെ ഇരുന്ന് ഗൂഗിൾ മാപ്പിൽ വഴിയൊക്കെ നോക്കണേട്ടാ. അപ്പോൾ എന്തായാലും നമുക്കിന്നൊരു സ്പെഷ്യലായിട്ട് എവിടെയെങ്കിലൊക്കെ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഞായറാഴ്ച അങ്ങ് മിക്കപ്പോഴും ഇങ്ങനെ കറങ്ങാനൊക്കെ പോകും കേട്ടോ ഫ്രണ്ട്സ്. ഒരു മനസ്സുഖമാണ് ഇങ്ങനെ കറങ്ങാൻ പോകുന്നത്. പിന്നെ എന്താണ് ഇപ്പോൾ നല്ല വഴിയാണ് കേട്ടോ. ഈ കടമക്കുടിയിൽ എന്നെ ഓർമ്മ വെച്ചിട്ട് ഫുള്ള് കായലും പിന്നെ നെല്ലും ഒക്കെയാണ്. എന്താണ് അടിപൊളി പ്ലേസ് ആണെന്നാണ് കേട്ടോ പറയണത്. എന്തായാലും നമുക്ക് പോയി നോക്കാം, എന്നിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പോണ വഴി അതേ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഞാൻ അതെല്ലാം ആസ്വദിച്ചിരിക്കണേണ്. അപ്പോൾ എന്തായാലും നമുക്കിനി പോവാം. എനിക്ക് മനസ്സിലാവും ഇതെന്താണ് ഇതൊരു ഐലൻഡ് ആണ് ഇത്. ഒരു ഐലൻഡ് പോലെ നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ കുറേ വീടൊക്കെ ഉണ്ട്. എല്ലാം നല്ല രസമുണ്ട് കാണാൻ. ഇതൊരു ആലപ്പുഴ ഫീലുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആലപ്പുഴ പോയിട്ടില്ല, എന്നാലും ഒരു ആലപ്പുഴ ഫീലുണ്ട്. നല്ല ഭംഗിയുണ്ട്. നല്ല കാറ്റുണ്ട്. ഫ്രണ്ട്സ് ഭയങ്കര കാറ്റുണ്ട് കേട്ടോ. ഞാൻ വണ്ടി പിടിക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ കുറേ ചീനവലയും, ഞാൻ പറയുന്നത് കേൾക്കണമെന്നറിയില്ല, കുറേ ചീനവലയും പിന്നെ ചീനവലയും ചെമ്മീൻകെട്ടും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇനിയും പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. പോയിക്കൊണ്ടേയിരിക്കണേണ്. നമുക്ക് എന്തായാലും എത്താം ഇനി. അങ്ങനെ ദൈനം ഞങ്ങളിപ്പോൾ ഇവിടെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഫുള്ള് ഭയങ്കര കാറ്റാർന്ന്. എത്തിയ പാടെ തന്നെ ഒരു മരം കണ്ട് അതിലേക്ക് ഞാൻ ഇക്കാക്കാൻ നേരെ ചാടി കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഈ മരം ആണെങ്കിൽ ഒരു വൈ ഷേപ്പിലാണ് ഇരിക്കണത്. നല്ല രസമുണ്ട് കേട്ടോ. തൊട്ടടിയിൽ കായലാണ്. എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് അടിയിലേക്ക് നോക്കുമ്പോൾ. പിന്നെ ഞാൻ അടിയിലേക്ക് നോക്കാതിരിക്കുമ്പോൾ വലിയ സീനൊന്നും ഇല്ലല്ലോ. ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് നല്ല കാറ്റുണ്ടായിരുന്നു. ഈ മരത്തിൽ ഈ കാറ്റത്ത് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്താ അറിയില്ല, കായലിൻ്റെ നടുക്ക് നിൽക്കണ ഫീലായിരുന്നു ഈ മരത്തിലിരുന്നിട്ട്. അപ്പോൾ ഫുള്ള് നല്ല അടിപൊളി പ്ലേസ് കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. സെറ്റ് സ്ഥലം ഫ്രണ്ട്സ്. നല്ല രസമുണ്ട്. കേക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. തൊട്ടടിയിൽ വെള്ളം ഉണ്ടാ. അപ്പോൾ ഞാൻ എനിക്ക് ഇവിടുത്തെ മരത്തിൽ കയറി ഇരിക്കണം. നല്ല സുഖമുണ്ട്. കാറ്റടിച്ചിട്ടാണെങ്കിൽ ഇവിടുന്ന് എണീക്കാനേ തോന്നുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇറങ്ങാം. വ്യൂ നോക്കുക ഗൈസ്. അങ്ങനെ ഞങ്ങൾ നടന്നപ്പോഴാണ് ഇവിടെ ഒരു മരം കണ്ടത് ഫ്രണ്ട്സ്. നല്ല അടിപൊളി മരം കേട്ടോ. വൈറ്റ് കളറിലിരിക്കുകയാണ് ഫുള്ള് മരം. എന്താണ് വൈറ്റ് കളറും മാളിൽ നല്ല പച്ച കളറിൽ ഇലയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ അപ്പുറത്തിരിക്കണ മരമൊക്കെ കണ്ടാൽ മനസ്സിലാവും, അതെല്ലാം ബ്രൗൺ കളറിൽ. ഇത് മാത്രം നല്ല വൈറ്റ് കളറിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തൊടുമ്പോൾ അതേ നല്ല സോഫ്റ്റ് പോലെ ഉണ്ടായിരുന്നു ഈ മരം. എന്താണ് നല്ല രസം ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് വന്ന ടൂറിസ്റ്റുകളെല്ലാവരും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മരത്തിൽ. ഇത് വൈറ്റ് കളർ മാത്രം എനിക്ക് അടിപൊളിയായിരുന്നതിന്. അതിൻ്റെ അപ്പുറത്ത് തന്നെ, അപ്പുറത്തെന്ന് വെച്ചാൽ നമ്മൾ നടക്കണ വഴിയെല്ലാം ഫുള്ള് പുളിമരം ഓർന്നിട്ട് ആ സൈഡിലായിട്ട്. അപ്പോൾ എനിക്ക് പറ്റിയൊരു പുളിമരത്തിൽ വേഗം ചാടി കയറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞി പുളിമരത്തിൽ വേഗം ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. കയറാൻ പറ്റണം പുളിമരമാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണെങ്കിൽ കുറേ പുളിയും ഉണ്ടായിരുന്നു. എല്ലാം കുട്ടി പുളിയാണ് കേട്ടോ. എല്ലാം നല്ല പച്ച പുളിയാണ്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം ആദ്യം പറിച്ചിട്ട് കഴിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ തൊണ്ടേപ്പാട് തന്നെ കഴിച്ചിട്ടാ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ വേറെയും കുറേ പറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരെണ്ണം പറിച്ചിട്ട് ഇറ്റാക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോണേണ്. ഞാൻ മരത്തിൽ കയറി പറിച്ചത്. പച്ച കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ കഴിച്ചോളൂ. സോഡ ഭയങ്കര കാറ്റുണ്ടോ. പിന്നെ ഞങ്ങളത് ചെമ്മീൻകട്ടിലേക്കുള്ള വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്തും കായലായിട്ടൊരു പാലം പോലെ ഒരു വഴിയൊക്കെ പോലെ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ച്. അറ്റത്താണെങ്കിൽ ഒരു കുട്ടി വീടും കാണുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിലേക്ക് എത്താൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും അപ്പുറത്തും വളവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞാനിപ്പോൾ ക്രോസ് ചെയ്യണത് ഒരു ബ്രിഡ്ജ് പോലെയാണ്. അടിയിൽ വെള്ളം ഉണ്ട്. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല. അങ്ങനെ ഇക്കാക്കും മാപ്പിയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത്. ഇക്കാക്കാണെങ്കിൽ ഒരു പേടിയും ഇല്ല. അങ്ങോട്ട് വേഗം കയറിയിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതും പയ്യനിങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇറങ്ങണേ. ഞാനാണെങ്കിൽ ഇവിടെ പേടിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ ചെമ്മീൻ്റെ ഇവിടെ തട കെട്ടി വെച്ചേക്കണുണ്ട്. ഇതൊക്കെ ചെമ്മീൻ ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നല്ല രസമാണ്. ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു. കാറ്റ് കാരണം എന്താണ് ഞാൻ പറയുന്നത് ഒന്നും ക്ലിയർ ആവണ്ടായിരുന്നില്ല കേട്ടോ അവിടുന്ന്. അങ്ങനെ വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് നടക്കണമായിരുന്നേ.
വിചാരിച്ചേ അറ്റത്തുനിന്ന് ഞാൻ ആ വീട് കണ്ടപ്പോൾ വിചാരിച്ചു ഇതിന്റെ നേരെ അവിടെ അറ്റാച്ച് ആയി കിടക്കണേ. ഇപ്പോഴാ മനസ്സിലായത് രണ്ടും രണ്ട് വഴിയാണെന്ന്. ഈ കുളം ഇല്ല, അതിന്റെ പകുതിയാണ് കുളമല്ല, പുഴ പുഴക്കാര. ഗായ്സ് അപ്പോൾ എന്താണ് ഞാൻ കാണിച്ചാൽ അവിടെ കുറേ ബോട്ടിങ് വഞ്ചിയിലൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ ജോലിക്കും കുറേ പേരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ ഇവിടെ കുറേ വഞ്ചി ബോട്ട് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. നല്ല രസമാണ്. അവിടെ അറ്റത്ത് ഒരു എന്തൊരു കുടിൽ പോലത്തെ ഒരു സംഭവമുണ്ട്. നമ്മളിപ്പോൾ അങ്ങടാണ് നടന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യം ഇട്ടില്ല, എനിക്ക് ആലോചിച്ചിട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. നമുക്കിനി പോയി നോക്കാം. ഈ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടില്ലേ, എന്നാൽ അവിടുത്തെ ഒഴുക്ക് കണ്ടില്ലേ. അവിടെ ഇങ്ങനെ മെല്ലെ പോകണം, പക്ഷെ ഇവിടെ ഭയങ്കര ഇതായിട്ട് പോകണം. എന്താ വെച്ചാൽ അവിടെ ആ കോല് വെച്ച് അവിടെ തട വെച്ചപ്പോഴത്തേക്കും ആകെ ചേഞ്ച് ആയിപ്പോയി. ഫൈനലി നമ്മളങ്ങനെ നടന്ന് ഏകദേശം വഞ്ചിയുടെ അടുത്തെത്തി. ഞാൻ കാണിച്ചാൽ വഞ്ചി കട്ടില്ല. ഗൈസ് ഞാൻ കാണിച്ചാൽ ഗൈസ് ഈ വഞ്ചി കണ്ടില്ലേ, ഈ വഞ്ചിയിലാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ വളർത്തുന്നുണ്ട് ഇവിടെയുള്ള മീനിനെയൊക്കെ. അപ്പോൾ ഈ വഞ്ചിയിലാണ് തട വെച്ചിട്ടുള്ള വലിയ മീനുകളെ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ആ വഞ്ചിയിലൊക്കെ ഫുള്ള് വെള്ളമാണ്. പിന്നെ എനിക്ക് വഞ്ചി കയറാനൊരു പേടി. എന്താ വെച്ചാൽ ഒരു ഡാം ഗൈസ്, ഇതാണ് കടമക്കുടിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം ഫ്രണ്ട്സ്. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല വ്യൂ ഒക്കെ കാണാട്ടെ. നല്ല ഭംഗിയുണ്ട്. ഫുള്ള് അപ്പുറത്തും ഒക്കെ ആയിട്ട് നല്ല വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഞങ്ങൾ ഇരിക്കണതിൻ്റെ എവിടെയാണെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ ആ ഒഴുക്കണ്ടിട്ട് ഇതിലേക്ക് ചാടി കുളിക്കാൻ തോന്നുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ സ്ഥലം ഗ്രാമം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട്. ബിക്കോസ് ഞാൻ സിറ്റിയിലാണ്. അത് കാരണം അതാണ് എനിക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നന്നായിട്ട് എനിക്ക് പോകാനേ തോന്നണില്ല. അത്ര ഞങ്ങളിവിടെ നിന്ന് എൻജോയ് ചെയ്യണത്. പ്രത്യേകിച്ച് ഈ കാറ്റും ഈ ഒഴുക്കിൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് എനിക്ക് ആ ഒഴുക്ക് കണ്ടിട്ട് എൻ്റെ അടുത്ത് ചാടാൻ തോന്നുന്നു. ഇവിടുത്തെ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയി കിടക്കാനായിട്ട് എനിക്ക് അതിന് ഇങ്ങനെ നീന്തി കുടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ നീന്താൻ അറിയാത്തതുകൊണ്ട് നമുക്ക് നീന്തി കുടിക്കാം. ഗായ്സ്, അവിടെ നിന്ന് ടൂറിസ്റ്റിൻ്റെ ബോട്ട് വന്നിട്ട് ടൂറിസ്റ്റ് ബസ് എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റിന് അതും ഒരു സ്വാനിൻ്റെ ഷേപ്പുള്ള ഒരു ബോട്ടാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടില്ല ദൂരെ നിന്ന് വന്ന ബോട്ട്, അതിപ്പോൾ നമ്മുടെ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കാണാം ആ സ്വാനിൻ്റെ ഷേപ്പൊക്കെ ഉള്ള ബോട്ട്. ഇതിൻ്റെ അകത്ത് ടൂറിസ്റ്റാണ് കേട്ടോ ഉള്ളത്. ഇത് ടൂറിസ്റ്റിൻ്റെ ബോട്ടാണ്. ഈ ബോട്ട് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് വേറൊരു വഞ്ചിയുടെ ശബ്ദം. സ്പീഡ് വഞ്ചി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്പീഡിലാണ് വണ്ടി. മീൻ പിടിക്കാൻ പോണതാണ്. വഞ്ചി പോയതൊക്കെ അവര് മീൻ പിടിക്കാൻ പോണതാണ് കേട്ടോ. ഓ നല്ല രസം. വന്നപ്പോൾ നമ്മൾ തട വെച്ച ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവത്തിൽ ഞാൻ കയറിയില്ല. അതിൽ കൂടെ ഇപ്പം ഇറങ്ങാനും എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് എങ്ങനെയോ ഇറങ്ങിയിട്ടുണ്ട്. കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിക്കാട്ടോ. ഏത് ഫ്ലേവർ വേണം? ഫ്ലേവറൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കി. എനിക്ക് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് വേഗം കിട്ടില്ല. സോ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഒരു ചോക്കോബാറും റെഡ് വെൽവെറ്റും പറഞ്ഞോ ഗൈസ്? അതില്ല, വേറെ ഇതിലുള്ളത് നോക്ക്, ലിസ്റ്റ് വേണോ നോക്ക്. ബട്ടർ സ്കോച്ച് അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് വല്ല വാങ്ങ്. ബ്ലാക്ക് കറണ്ടോ? പിടിച്ചോ. ഞാൻ ടെൻഡർ കോക്കനും കോക്കനട്ടും റെഡ് വെൽവെറ്റ്
നിങ്ങളുണ്ട് ആ വഞ്ചി വന്നത് ആ സൈഡിൽ കൂടെ ഇതിൻ്റെ അടിയിൽ കൂടെ ഉണ്ട് ആ വഞ്ചി വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ആ വഞ്ചി അറ്റത്ത് എത്തിയിട്ടുണ്ട്. അവിടെ കയാക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ വന്നിട്ട് നല്ല അടിപൊളി കാഴ്ചയൊക്കെ കാണാൻ പറ്റട്ടെ. നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.